54 ലക്ഷം രൂപ വിലയ്ക്ക് ഒരു ബഡ്ജറ്റ് വീട് വരുന്നത് പൂക്കാട്ടുപടിയിലാണ്. 3.6 സെൻറ്റ് സ്ഥലത്ത് 1650 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ളൊരു വീടാണിത്. 3 ബെഡ്റൂമുകളാണ് ഈ വീടിന് വരുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം വെറും 300 മീറ്റർ മാത്രമാണ്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 14 കിലോമീറ്റർ ദൂരമുണ്ട്. ആലുവയ്ക്ക് 9 കിലോമീറ്ററാണ് ദൂരം. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഒരു 10 മിനിറ്റിനുള്ളിൽ എത്തിച്ചേരാൻ പറ്റും. എൻ്റെ പുറകിൽ കാണുന്ന ഈ വീടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഈ വീടാണ് ഉൾപ്പെടുത്തുന്നത്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയപറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ വീണ്ടും വീഡിയോയിലേക്ക് വരാം. വീഡിയോയിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ റോഡ് പറയാം. റോഡ് 5 മീറ്റർ വിഡ്ത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ റോഡ് തന്നെയാണ് ഈ വില്ലയുടെ ഒരു ഹൈലൈറ്റ്. ഏകദേശം ഒരു 10-20ഓളം വില്ലകൾ വരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണിത്. ഇവിടെ നമുക്ക് ഡ്രെയിനേജ് സൗകര്യങ്ങളെല്ലാം റോഡിൻ്റെ സൈഡിലൂടെ നൽകിയിട്ടുണ്ട്. വീടിന് നൽകിയത് കിണർ വെള്ളമാണ്. പിന്നെ വീടിൻ്റെ എലവേഷനിലേക്ക് വരാം. എലവേഷനിലേക്ക് വരുമ്പോൾ പൂർണ്ണമായും ഒരു ബോക്സി ടൈപ്പ് ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. വലിയ ബാൽക്കണി ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഒരു സ്ക്വയർ ടൈപ്പ് ഡിസൈനിൽ ടെറാക്കോട്ട ടൈലുകളുടെ ഒരു ഡിസൈൻ പാറ്റേൺ കാണാം. അതിന് താഴെ ജനലുകൾ 2 വരുന്നുണ്ട്. ഒരു ഭാഗത്ത് സിറ്റ് ഔട്ടും കാർ പോർച്ചുമാണ് വരുന്നത്. മനോഹരമായിട്ട് നിർമ്മിച്ച നല്ലൊരു വീട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മതിൽ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ചെറിയ ഹോളുകൾ ഈ മതിലിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു പില്ലർ വരുന്നുണ്ട്. അവിടെ പില്ലർ ഗേറ്റും നൽകിയിരിക്കുന്നു. ഗേറ്റ് വരുന്നത് സ്ലൈഡിങ്ങിലാണ്. സ്ക്വയർ ട്യൂബ് പലതരത്തിൽ പാറ്റേണിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് GI ഷീറ്റ് CNC മെഷീൻ കട്ട് ചെയ്ത ഡിസൈൻ വർക്കും കാണാം. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഫോൾഡിങ്ങുള്ള പെഡസ്റ്റൽ ഗേറ്റും നൽകിയിട്ടുണ്ട്. അകത്തേക്ക് വരുമ്പോൾ വിശാലമായിട്ടുള്ളത് തന്നെയാണ് മുറ്റത്ത് ഇൻ്റർലോക്കിംഗ് ബ്രിക്സാണ് നൽകിയിരിക്കുന്നത്. സിന്തറ്റിക് ഗ്രാസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കാർ പോർച്ചിലാണ്. കാർ പോർച്ചിൻ്റെ ഈ ഭാഗത്തായിട്ടൊരു പില്ലർ കൊടുത്തിട്ടുണ്ട്. അവിടെ ടെക്സ്ചർ വർക്ക് കൊടുത്തിരിക്കുന്നു. 2 വാഹനം നമുക്കിവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടെയും ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നൽകിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെട്രിഫൈഡ് ടൈൽ വൈറ്റ് കളറിലാണ് നൽകിയിരിക്കുന്നത്. സൈഡിൽ ബോർഡറായിട്ട് ഗ്രാനൈറ്റും കൊടുത്തിട്ടുണ്ട്. അത് ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റാണ് വരുന്നത്. ഇവിടെയാണ് മെയിൻ ഡോർ നൽകിയിരിക്കുന്നത് മഹാഗണി വുഡിലാണ്. ഒറ്റപ്പാളിയിൽ തീർത്ത നല്ല ഡിസൈൻ വർക്കുകളെ കൊടുത്തുള്ള വലിയ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഈ ഡോർ തുറന്നാൽ ലിവിങ് സ്പേസാണ്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നത് ഈ കാണുന്ന ലിവിങ് സ്പേസിലേക്കാണ്. ഏകദേശം 13-12 വലിപ്പമുള്ളതാണ് ഈ ലിവിങ് സ്പേസ്. ഈ ഭാഗത്ത് TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നതായി കാണാം. ഇവിടെ PVC ലോവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡെക്കേഴ്സ് വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. താഴെ സ്റ്റോറേജ് സ്പേസുകളാണ് വരുന്നത്. ഈ ഭിത്തി സിമൻറ്റ് ടെക്സ്ചർ വർക്കാണ് ഈ ഭാഗത്ത് വരുന്നത്. ഇവിടെ ഒരു ബ്ലാക്ക് കളർ പെയിൻറ്റിൽ ചെറിയൊരു വൈറ്റ് കളർ ലൈൻസും കൊടുത്തിട്ടുണ്ട്. 2 ജനലുകൾ, ഈ വശത്തൊരു ജനൽ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഫ്രണ്ട് ഏരിയയിൽ കാർ പോർച്ചിൻ്റെ പുറകിൽ നിന്ന് കണ്ട ആ ജനലും കൂടിയാണ്. ഇവിടെ ഫോൾ സീലിംഗ് വർക്ക് വളരെ മനോഹരമായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. ലിവിങ് സ്പേസിന് തൊട്ട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഇതാണ് ഡൈനിങ് ഏരിയ. ഏകദേശം ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിൾ ഇടാവുന്ന രീതിയിൽ വിശാലമാണ് ഈ ഡൈനിങ് ഏരിയ. ഇവിടെ ഒരു ഡബിൾ ഹൈറ്റ് ഏരിയയാണ് വരുന്നത്. ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് മുകളിലേക്ക് പോകുന്നത്. താഴെ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്താണ് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് വാഷ് കൗണ്ടർ. കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റ് ആണ്. വാനിറ്റി കൗണ്ടർ നൽകിയിട്ടുണ്ട്. പാൻറ്റി കൗണ്ടറിന് പ്രൊഫൈൽ ഹാൻഡിലുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ സിമൻറ്റ് ടെക്സ്ചർ വർക്ക് നൽകിയിട്ടുണ്ട്. ചെറിയ ക്യൂരിയോസ് വയ്ക്കാവുന്ന നിഷുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ കൺസെപ്റ്റിലാണ് ഈ വീടിൻ്റെ കിച്ചൺ വരുന്നത്. ഇവിടെ നമുക്കൊരു ആർക്കി ഡ്രൈവ് കാണാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് മുന്നിലാണ്. ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിരിക്കുന്നത് വൈറ്റ് കളർ നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ടേബിൾ ടോപ്പ് ഒരുക്കിയിട്ടുണ്ട്. L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് വരുന്നത്. വൈറ്റ് കളർ ടൈലുകളാണ്, ഫുൾ ബോഡി ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 3 പാളി കിച്ചൺ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കൊടുത്തിരിക്കുന്നു. സിങ്ക് മാറ്റ് ഫിനിഷുള്ള ഹാൻഡ് മെയ്ഡ് സിങ്കാണ് നൽകിയിരിക്കുന്നത്. ഫ്ലോറിൽ നൽകിയിരിക്കുന്ന വുഡൻ ഡിസൈനിൽ വരുന്ന ടൈലുകളുമാണ്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. കിച്ചന് പുറത്തൊരു വർക്ക് ഏരിയക്കുള്ള സ്പേസ് കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ പുറകുവശത്താണ്. അത്യാവശ്യം വലിയൊരു സ്പേസ് തന്നെയാണ് ഈ കിച്ചൻ്റെ പുറകുവശത്ത് നമുക്ക് വരുന്നത്. ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് ചെയ്തെടുക്കാവുന്നതാണ്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണുള്ളത്. ഇനി ആ ബെഡ്റൂമിലേക്ക് പോകാം. ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് ഈ ഡോറ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു 3 പാളി ജനൽ കാണാം. ഇവിടെ ഓരോ പാളികളുള്ള ജനൽ നൽകിയിട്ടുണ്ട്. കബോർഡുകൾ ഒരുക്കിയിരിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ്. ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡിലുള്ള ഒരു ഷീറ്റാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. PVC ഡോറുകളാണ് ബാത്റൂമിന് നൽകിയിരിക്കുന്നത്.
ബാത്റൂമിൽ ലൈറ്റ് അല്പം കുറവുണ്ട്, എത്രമാത്രം കിട്ടുമെന്ന് നമുക്കറിയില്ല. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. സ്റ്റെപ്പ് വരുന്നത് ഡൈനിങ് സ്പേസിൽ നിന്നാണ്. ഇതാണ് സ്റ്റെപ്പ്. ഇവിടെ ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട് ഹാൻഡ് റെയിലിന്, അത് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വരുന്നത് സ്റ്റീലിലാണ്. സ്റ്റെപ്പുകളിൽ ഫുൾ ബോഡി ടൈലാണ്, ഈ സ്റ്റെപ്പിന് മാത്രം ഉപയോഗിക്കുന്ന ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. ഇവിടെയാണ് അപ്പർ ലിവിങ് സ്പേസ് വരുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വന്നാൽ അപ്പർ ലിവിങ് സ്പേസ് ആണ്. ഒരേ ഷേപ്പിലാണ് ഈ ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഒരു പർഗോള നൽകിയിരിക്കുന്നതായി കാണാം. മുകളിൽ ഫോൾ സീലിംഗ് വർക്കും മികച്ച രീതിയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. സ്കിൻ ഡോറുകളാണ് ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത്. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ ഏകദേശം സെയിം വലിപ്പം തന്നെയാണ്. എല്ലാ ബെഡ്റൂമുകൾക്കും നല്ല വലിപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 പാളി ജനൽ, ഇവിടെ 2 പാളി ജനലും. ഇവിടെ വാർഡ്രോബ് ഒന്നും തന്നെ നൽകിയിട്ടില്ല. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാത്റൂം വരുന്നത് ഇവിടെയാണ്, വാഷ്റൂം. ഇതിൻ്റെ ഡോറ് PVC-യിലാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് വന്നാൽ ലൈറ്റ്, ഇവിടെയും ലൈറ്റ്. ഇവിടെയാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. വിശാലമായിട്ടുള്ളതാണ് യൂട്ടിലിറ്റി സ്പേസ്. ഷീറ്റ് വർക്കിലാണ്, ഡ്രസ് വർക്കിലാണ് ഈ ഏരിയ ചെയ്ത് എടുത്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനായിട്ടുള്ള സ്റ്റെയർ ഒരു സൈഡിൽ കൂടി കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത് വെട്രിഫൈഡ് ടൈലാണ്. നല്ല ഗ്രിപ്പുള്ള മാറ്റ് ഫിനിഷുള്ള ടൈലും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് വാഷിംഗ് മെഷീൻ്റെ സ്ഥാനം നൽകിയിരിക്കുന്നത്. ഇതാണ് 3ാമത്തെ ബെഡ്റൂം. നല്ല വിശാലമായിട്ടുള്ള, ഏറ്റവും വിശാലമായത് ഈ ബെഡ്റൂമാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബെഡ്റൂം നൽകിയിട്ടുണ്ട്. 2 വശത്തും ജനലുകൾ കാണാം. അതുപോലെ തന്നെ ഈ ഭാഗത്ത് വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. 3 പാളിയുള്ള വാർഡ്രോബാണ്. അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് വാർഡ്രോബ് വരുന്നത്. താഴെ അതിൻ്റെ സ്റ്റോറേജ് സ്പേസും കാണാം. ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മിററും സ്റ്റോറേജ് സ്പേസാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഇവിടെയാണ് ബാത്റൂം വരുന്നത്. കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിനാണ് ബാത്റൂമിൻ്റെ. സെൻട്രൽ ഭാഗത്ത് ഷവറും കൊടുത്തിട്ടുണ്ട്. മാറ്റ് ഫിനിഷുള്ള വാൾ ടൈലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ക്ലോസറ്റും നൽകിയിട്ടുണ്ട്. ഭംഗിയുള്ള ഒരു ബാത്റൂം. അപ്പോൾ അവസാനമായി ബാൽക്കണി കൂടിയാണ് കാണാനുള്ളത്. ഇതാണ് ബാൽക്കണി. ഇവിടെ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. വലിയ ബാൽക്കണി തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽ സ്ക്വയർ ട്യൂബിലാണ്, GA സ്ക്വയർ ട്യൂബിലാണ് നൽകിയിരിക്കുന്നത്. അപ്പുറത്തുള്ള സെയിം പാറ്റേൺ ഈ ഭാഗത്തും നമുക്ക് കാണാം. നല്ല ഭംഗിയുള്ള ഒരു ബാൽക്കണി കൂടിയാണ്. 3.6 സെൻറ്റ് സ്ഥലത്ത് 1650 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച നല്ല ഭംഗിയുള്ള ഒരു വീടിൻ്റെ വീഡിയോയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. വീട് വരുന്നത് കാക്കനാടിനടുത്ത് പൂക്കാട്ടുപടിയിലാണ്. മെയിൻ ബസ് റൂട്ടിലേക്ക് വരുന്ന ദൂരം ഏകദേശം 300 മീറ്റർ മാത്രമാണ്. ഈ വീട്ടിൽ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 14 കിലോമീറ്ററാണ് ദൂരം. എയർപോർട്ടിലേക്ക് നമുക്കൊരു 16 കിലോമീറ്ററിൽ താഴെയായിരിക്കും ദൂരം വരിക. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 10 മിനിറ്റിനുള്ളിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ആലുവയ്ക്കും പെരുമ്പാവൂർക്കും എല്ലാം പോകാൻ എളുപ്പമാണ്. അപ്പോൾ ഈ വീടിൻ്റെ വിലയാണ് പറയാൻ പോകുന്നത്. 54 ലക്ഷം രൂപയാണ് ഈ വീടിൻ്റെ വില. വീട് കാണാനും വീടിനെക്കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.